vibes in my mind, I can't get them out. No matter how hard I try, I need you and your heart next to mine. Yeah, I'm all about keeping it you and I. When you're here, you spark chemical reactions. Your aura strikes like lightning. Got no words, I'm just drowning in attraction. Only one way to describe it. It's electric, can you feel it? You got the only touch that takes me. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. സോ ഐ തോട്ട് ഇപ്പം എൻ്റെ കറണ്ട് റൊട്ടീനിൽ കുറച്ചധികം ചേഞ്ചസ് ഉണ്ട്. സോ നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നത് കുഞ്ചിനുള്ള പാലും പിന്നെ സതീഷേട്ടനും അമ്മയ്ക്കുമുള്ള ചായക്കുള്ള പാല് വെച്ചിരിക്കുകയാണ്. കുഞ്ചു ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വരും കേട്ടോ, മിക്ക ദിവസവും. ചില ദിവസം മാത്രമേ കിടന്നുറങ്ങുള്ളൂ. ഞാൻ അവിടെ ഇല്ലയെന്ന് അവൾ തപ്പി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഉടനെ എണീറ്റ് വരും. ഞാൻ എണീറ്റ് അപ്പം കരയാൻ തുടങ്ങും. അതുകൊണ്ട് അവൾക്കുള്ള പാലും ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാച്ചണം. അതാണ് എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കാനുള്ള ഡീറ്റോക്സ് വാട്ടർ ഉണ്ടാക്കുകയാണ്. When you're here, you spark chemical reactions. Your aura strikes like lightning. Got no words, I'm just drowning in attraction. Only one way to describe it. It's electric, can you feel it? You got the only touch that takes me high. It's electric, I'm up in my feelings. Got double vision 'cause of you tonight. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ യോഗട്ടിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. പിന്നെ കൂടെ എഗ് വൈറ്റ് ഉണ്ട്. അമ്മയ്ക്ക് കുഞ്ചുവിന് ഞാൻ ഓട്സ് കൊടുക്കുകയാണ്. അമ്മയ്ക്കും ഓട്സ് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ചുവിനും അമ്മയ്ക്കും ഓട്സാണ്. ഇന്ന് കുറച്ച് സിമ്പിളായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കാരണം ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും ഷൂട്ട് ചെയ്യാനും കൂടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത്രയും കൂടെ സമയം പോകും. സോ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് കണ്ടോ, കുഞ്ചു എനിക്ക് രാവിലെ തന്നെ പണി തന്നതാണ് കേട്ടോ. അവിടെ ഇരുന്നൊരു ഗ്ലാസിൻ്റെ ഒരു ട്രോഫി ഉണ്ടായിരുന്നു സതീഷേണ്ട. അതെടുത്ത് അവൾ എന്തോ വെച്ച് തോണ്ടി താഴെ ഇട്ടു, ആ പൊക്കത്തിരുന്ന സാധനം. എന്നിട്ട് പിന്നെ ഞാനത് ക്ലീനാക്കി. അത് കുത്തി കയറുന്നു, അത് ഗ്ലാസ് ആണല്ലോ, അപ്പോൾ കാലിലെങ്ങാനും കൊണ്ടാലോ. അപ്പോൾ ഞാൻ നിന്നിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേയിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു കാഷ്വൽ ഡേ ആണ്. പിന്നെന്താ, പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊരു ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. സെൻട്രൽ സ്ക്വയർ മാളിലാണ്. ആക്ച്വലി ഉച്ച കഴിഞ്ഞല്ല, വൈകുന്നേരം 4:30-ക്കാണ്. പക്ഷേ 4:30-ക്ക് പോകുന്നതിന് 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഉള്ളൂ അവിടെ എത്തുള്ളൂ. പിന്നെ 3 മണിക്ക് ഇറങ്ങണമെങ്കിൽ മറ്റേ വിനോദയാത്ര സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ 4:30-ക്ക് എത്തണമെങ്കിൽ 3 മണിക്ക് ഇറങ്ങണം, 3 മണിക്ക് എത്തണമെങ്കിൽ 2 മണിക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ 2 മണിക്ക് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കുഞ്ചുവിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം ഹാൻഡ് ബാഗിലാക്കി കുഞ്ചുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും കുളിച്ച് റെഡിയായി. അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തെ അതിനുവേണ്ടി സെറ്റ് ചെയ്യണം. സോ അതിനൊക്കെ മുമ്പേ എനിക്ക് വീട്ടിലെ ഇവിടുത്തെ പണിയൊക്കെ കുറച്ചൊന്ന് ഒതുക്കിയിട്ട് പണിയൊക്കെ കുറച്ച് ഒതുക്കിയിട്ട് ഫുഡ് വെക്കാൻ കിടക്കുന്നു ഉച്ചക്കലത്തെ. ഞാനൊരു 5 മിനിറ്റ് വന്നിരുന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡ് വെക്കണം. പിന്നെന്താ, യെസ്, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഫിലിമാണ് കാണാൻ പോകുന്നത് കേട്ടോ. യെസ്, ഓഫ് കോഴ്സ് നിവിൻ പോളി ആൻഡ് അനശ്വര രാജ. എനിക്ക് അനശ്വരയുടെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിവിൻ പോളി ഈസ് ബാക്ക് വിത്ത് ഫുൾ എനർജി. അപ്പം റിവ്യൂസൊക്കെ ഒരുപാട് കണ്ടു, നല്ലത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയാം. യെസ്, അപ്പോൾ എന്തായാലും അതിന് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. അപ്പോൾ എങ്ങനെ വരുന്നോ അതുപോലെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം, എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം. ഓക്കെ. I need you and your heart next to mine. Yeah, I'm all about keeping it you and I. When you're here, you spark chemical reactions. Your aura strikes like lightning. Got no words, I'm just drowning in attraction. Only one way to describe it. It's electric, can you feel it? You got the only touch that takes me high. It's electric, I'm up in my feelings. Got
ഫൈനലി ഞാൻ റെഡിയായി. ഇപ്പം സമയം 2:15 കഴിഞ്ഞു. നമുക്കൊരു 3 മണിയാകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്താ കുഞ്ചു റെഡിയായി, ഞാനും റെഡിയായി. ഇനി കുഞ്ചുവിൻ്റെ കുറച്ച് പാമ്പേഴ്സും ഒരു എക്സ്ട്രാ ഡ്രസ്സും അതുപോലെ വാട്ടർ ബോട്ടിലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എൻ്റെ ഹാൻഡ് ബാഗിൽ എടുത്തുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് യൂബർ സെറ്റ് ചെയ്യുക. Takes me high, it's electric, I'm up in my feelings, got double vision 'cause of you tonight. It's electric, got double vision, I'm lost in your eyes every time. It's electric, can you feel it? It's electric, intoxicated by you, yeah. It's electric, intoxicate me like you do, yeah. Like you do. നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പെയാണ് ചെന്നത്. അതുകൊണ്ട് കുഞ്ചുവിനെ ഒരു 10 മിനിറ്റ് കാർ ഓടിപ്പിക്കാമെന്ന് വിചാരിച്ച് കയറ്റിട്ടോ. പക്ഷെ അവൾ ആകെ ഒരു റൗണ്ട് കറങ്ങില്ല, അതിന് മുമ്പ് മടുത്തു. സാധാരണ അവൾ ഇരിക്കാറുള്ളതാണ്, എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ നേരെ തിയേറ്ററിൽ കയറി. പടം നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, എന്നാൽ ഭയങ്കര അടിപൊളിയല്ല, എന്നാൽ ബോറാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനൊരു ഇതാണ്. എനിക്കങ്ങനെ ഭയങ്കരമായി എന്ന് ഇതായില്ല. പിന്നെ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, ചിലർക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ അതിനെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ വ്ളോഗ്. ഡീമൻ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.